Hi guys, welcome back to my channel. അപ്പോൾ നിങ്ങൾ thumbnail കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ റൂം ടൂർ ആണ്. 200ഓളം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു റൂം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പേര് പറഞ്ഞതല്ലേ അപ്പോൾ എന്തായാലും ചെയ്തു കളയാന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ ആണിത്. അങ്ങനെ കാണാൻ മാത്രം ലക്ഷറിയസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല എൻ്റെ റൂമിൽ. എൻ്റെ കുറച്ച് ആർട്ട് വർക്ക്സ്, ക്രാഫ്റ്റ് വർക്ക്സ്, കുറച്ച് ഡ്രോയിങ്സ് ആർട്ട് വർക്കിൽ പെടുമല്ലേ. പിന്നെ ലക്ഷറിയസ് ആയിട്ട് എൻ്റെ റൂമിലുണ്ടെന്ന് ഉള്ളത് ആകെ ഞാൻ മാത്രമാണ്. അപ്പോൾ പിന്നെ നമുക്ക് റൂമിലേക്ക് പോകാനൊന്നുമില്ല, നമ്മൾ റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റൂമിലെ കാഴ്ചകളിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ വാതിൽ. ഇവിടെ ഒരു കണ്ടോ, ആർ ഫോർ റാധു കണ്ടോ. ഇവിടെ മലൈക്ക എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ 1000 തിളങ്ങുന്ന സാധനമല്ലേ, അത് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും ഈ പ്രേതമൊക്കെ രാത്രി വരുമ്പോൾ അവർക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് എൻ്റെ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഡോർ എപ്പോഴും അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഒരുപാട് സ്പേസ് ഒന്നുമില്ല. ഒരു കട്ടിലും ഒരു മേശയും ഒരു ചെറിയൊരു കബോർഡും പിന്നെ കുറച്ച് നടക്കാനുള്ള സ്ഥലങ്ങളും അത്രയേ ഉള്ളൂ. വലിയ സ്പേസ് ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ആദ്യം മുതൽ കാണിക്കാം. ആദ്യം തന്നെ കാണിക്കാനുള്ളത് നോക്കാം. ആക്ച്വലി LED ബൾബ് എൻ്റെ അല്ല, എൻ്റെ ചേച്ചിയുടെയാണ്. കുറച്ച് എമ്പോളവും ചോദിക്കും, അപ്പോൾ ഇത് ഊരി കൊടുക്കാനുള്ളതാണ്. പിന്നെ വീഡിയോ ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെച്ചതാണ്. കളറായിട്ടില്ലേ. പിന്നെ അതിൻ്റെ നടുക്കുള്ള ആ ഒരു പെയിൻറ്റിങ് അത് ഞാൻ വരച്ചതാണ്. സത്യമായിട്ട് ഞാൻ വരച്ചതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വാൾ പെയിൻറ്റിങ് ഇതാണെന്ന് ചോദിച്ചാൽ ഇതല്ല. ഇത് രണ്ടാമതും മൂന്നാമതും എങ്ങാണ്ട് വരച്ചതാണ്. പെട്ടെന്നൊരു തോന്നി, എന്താ ഞാനും ഒരു വർണ്ണപ്പട്ടമല്ല സീരീസ് എന്നൊക്കെ പറഞ്ഞിറക്കിയതാണ് ഈ വാൾ പെയിൻറ്റിങ്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല, ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്ത കാരണം. പിന്നെ കുട്ടിയുടെ മുഖമില്ലല്ലോ, പുറംതിരിഞ്ഞ് നിൽക്കുന്ന കുട്ടിയല്ലേ. ഇന്ന് അവൾ പിന്നാമ്പുറം കാണിച്ചു, നാളെ അവൾ ഉമ്മറും കാണിച്ചാലോ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി. പിന്നെ 2 ഡ്രീം ക്യാച്ചർ അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. രണ്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ റോസസൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. തുണി വെച്ചിട്ടാണ് ഈ റോസ് ഉണ്ടാക്കിയേക്കണത്. ഇതൊരു ബൊഹീമിയൻ അത്രേ ഉള്ളൂ. അത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചറാണ് ഇത്. വൈറ്റ് ഡ്രീം ക്യാച്ചർ. പിന്നെ അതൊരു പിങ്ക് ഡ്രീം ക്യാച്ചറാണ്. അത് ഞാനൊരു 2-2.5 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്, പഴയതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബെഡ്, എൻ്റെ തലേണ, പിന്നെ ഇവിടെ ഒരു ഡ്രോയിങ് തന്നെയാണ്, പെയിൻറ്റിങ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്ലാന്റ് ലവറാണ്. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. റൂമിൽ ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ് ഓഫ് പേൾ എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ആ ചെടി എനിക്ക് കിട്ടിയില്ല ഞാൻ അന്വേഷിച്ചിട്ട്. അപ്പോൾ അതിന് പകരം ഞാൻ ആ ചെടി വരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. കണ്ടോ വരച്ച് വെച്ചിരിക്കുന്നതാണിത്. ആ പൂക്കൾ ഈ ചെടിയിലുള്ളതല്ല, അത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വരച്ച് വെച്ചതാണ്. അപ്പോൾ അതാണ് അവിടെ. പിന്നെ ഇവിടെ എന്ന് പറയാനാണെങ്കിൽ ഒരു മാർബിൾ പോത്തോസ് ഉണ്ട്. നമ്മുടെ മണി പ്ലാന്റ് ഉണ്ട്. കുറച്ച് ഇരുട്ടായിട്ടുണ്ടല്ലോ. മണി പ്ലാന്റ് ഉണ്ട് ഇവിടെ. പിന്നെ അപ്പുറത്ത് മാളുവിൻ്റെ വീടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ പെയിൻറ് ചെയ്തതാണ്. ഒരു ഫുൾ ഡേ ഇരുന്ന് പെയിൻറ് ചെയ്തതാണ് ഈ വോള് മുഴുവനും. കണ്ടോ, ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് പെയിൻറ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, തന്നെ ഒരു തൂക്കിയിടുന്ന ഒരു ക്രാഫ്റ്റ്. ആക്ച്വലി ഫേസസ് ഓഫ് മൂണാണിത്. പക്ഷെ അത് ഞാൻ പെയിൻറ് ചെയ്ത് തന്നപ്പോൾ ഭൂമി ഫേസസ് ഓഫ് എർത്തായിപ്പോയി. കണ്ടില്ലേ കളർ കറക്റ്റ് ഭൂമിയുടെ കളറായിട്ടുണ്ടല്ലേ അങ്ങനെ. പിന്നെ ഇവിടെ ഉള്ളത് അത് ഞാനാണ്, പേടിക്കണ്ട. പിന്നെ ഇവിടെ ഒരു കൊളാഷാണ് എൻ്റെ കബോർഡിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ മാതൃഭൂമിയുടെ ആരോഗ്യ മാസികയെന്ന് ഞാൻ വെട്ടി ഒട്ടിച്ചിരിക്കുന്നതാണ്. കബോർഡ് തുറന്ന് ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഇതാണ് എൻ്റെ ഫസ്റ്റ് വാൾ പെയിൻറ്റിങ്. ഇതൊരു കണ്ണാണല്ലേ, പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ കണ്ണാന്ന്. അതൊക്കെ പോട്ടെ. ഇത് ഫുള്ള് ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് വരച്ചത്. അപ്പോൾ പെയിൻറ്റിങ് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമേ ഐലൈനർ അങ്ങ് വരച്ച് പിന്നെ കളർ പെൻസിലൊക്കെ വാങ്ങിച്ച സമയത്താണ് ഈ ഗ്രീൻ കളറൊക്കെ കണ്ണിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു ദിവസം രാത്രി എനിക്ക് വരയ്ക്കാൻ തോന്നി, അങ്ങനെ വരച്ചതാണ്. പിന്നെ ഇവിടെ ഒരു കോട്ടുണ്ട്, എൻജോയ് എവറി ലിറ്റിൽ തിങ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫോട്ടോ അല്ല, ഇതൊരു ക്ലോക്കായിരുന്നു. ആ ക്ലോക്ക് ഞാൻ അങ്ങനെ റിപ്പയർ ചെയ്ത്
ഈ ഈ ലെറ്റേഴ്സ് പ്രിൻ്റ് ചെയ്ത് അതിൽ ഒട്ടിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പം അത്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ആറാണ്, R4, വീണ്ടും R4 രാധു. ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. കാർഡ്ബോർഡ് ബോക്സ് വെട്ടിയിട്ട് അവർ 6ൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് അതിൽ പേപ്പറും കൊണ്ട് റെഡും പിങ്കും വൈറ്റും കളർ റോസസും ഉണ്ടാക്കിയിട്ട് അത് ഫുൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല രസമല്ലേ? ഉണ്ടല്ലേ? ഞാൻ തന്നെ പറയും നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. സാൻസവേരിയ, നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്. ടോട്ടൽ 3 സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിനെ നിങ്ങൾ ചേമ്പെന്നോ ചേനാന്നോ അങ്ങനെയൊക്കെ പറയുമായിരിക്കും, പക്ഷേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് എനിക്ക് വളരെ കാണാൻ ഭംഗിയായിട്ട് തോന്നിയിട്ട് ഞാനിവിടെ കൊണ്ട് നട്ടു വെച്ചതാണ്. പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് ബോട്ടിൽ ക്രാഫ്റ്റ്, കിങ് ഫിഷറിൻ്റെ ബോട്ടിലുള്ള ക്രാഫ്റ്റ് കണ്ടില്ലേ? ലവ്. പിന്നെ ഇവിടെ വേറൊരു പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിൻ്റെ പേര് ഈ പ്ലാന്റിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, മറന്നുപോയി ഞാൻ അതിൻ്റെ പേര്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ കാണേണ്ടതാണ്. ഇത് ഫുള്ള് DVD വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? നല്ല പാടാണ് കേട്ടോ ഇത് ചെയ്യാൻ. DVD കട്ട് ചെയ്തെടുക്കുക നല്ല പാടുള്ള കാര്യമാണ്. അപ്പോൾ അത്. പിന്നെ ഇവിടെ ഡോറേമോൻ ഉണ്ട്, എൻ്റെ ഡോറേമോൻ. പിന്നെ ഒരു YB. നിങ്ങളിത് വൈബ് എന്ന് വേണം വായിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. സത്യം പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേയുടെ Yയും Bയും മാത്രമേ എനിക്ക് ബാക്കി കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ കേടായിപ്പോയി. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് ഫേസസ് ഓഫ് മൂൺ. എനിക്ക് മൂൺ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു മൂണിനെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒപ്പിച്ച് വയ്ക്കും. അതുപോലെ ഇതും ഫേസസ് ഓഫ് മൂൺ, അതും ഐലൈനർ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ ഒരു റീത്ത് ഉണ്ട്. റീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പറയുന്ന മറ്റേ ഡെഡ് ബോഡിയിൽ വെക്കുന്ന റീത്തല്ല. ഇത് ഈ അമേരിക്കൻസ് മാത്രമല്ല, പുറത്തുള്ള എല്ലാ രാജ്യത്തും ക്രിസ്മസ് ആകുമ്പോൾ ഒരു ക്രിസ്മസ് റീത്ത് വെക്കും. അത് കാണാൻ നല്ല ഭംഗിയാകും. പക്ഷേ ഇത് ഏകദേശം അതിൻ്റെ ഒരു ഡ്യൂപ്പ് അതുപോലത്തെ ഒരു സാധനമാണത്. പിന്നെ എവിടെയെന്ന് പറയാം, കബോർഡ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കബോർഡ് ഓപ്പൺ ചെയ്താൽ ഇതാണ് എൻ്റെ കബോർഡ്. പിന്നെ എൻ്റെ റൂം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി വൃത്തിയാക്കിയതാണെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ റൂമിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ റൂമിലേക്ക് വന്ന് നോക്കാവുന്നതാണ്. എൻ്റെ റൂം എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്നെ അടുത്തറിയാവുന്ന, എൻ്റെ പേഴ്സണലി അറിയാവുന്നവരോട് ചോദിച്ചാൽ അറിയാം, റൂം ഞാൻ എപ്പോഴും ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കും. പിന്നെ ഇത് എൻ്റെ കോസ്മെറ്റിക് ഷോപ്പ്. എൻ്റെ കുറേ മേക്കപ്പ് ഐറ്റംസ്, ലിപ്സ്റ്റിക്കുകൾ, പിന്നെ ഐ ഷാഡോ പാലറ്റുകൾ, ബോഡി ലോഷൻ, പെർഫ്യൂം, അങ്ങനെ കമ്മൽ, മാല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സുണ്ട്. പിന്നെ ഇതും എൻ്റെ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളാണ് ഇത് മുഴുവനും. പിന്നെ കുറച്ച് സാനിറ്ററി നാപ്കിനൊക്കെ ഇരിക്കുന്നുണ്ടാവും, കാര്യമാക്കണ്ട, അതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ, ഡസൻ മാറ്ററാണ്. പിന്നെ ഇവിടെ എൻ്റെ ചെരുപ്പ് കളക്ഷനാണ്. ഒരുപാട് ചെരുപ്പൊന്നുമില്ല, 1 2 3 4 5 6 7 8 ചെരുപ്പുള്ളൂ. അതിലൊരെണ്ണം ക്ലിൻറ്റുൻ്റെയാണ്. അങ്ങനെ ചെരുപ്പ് ഇവിടെയുണ്ട്. പിന്നെ എൻ്റെ ബുക്സ്. ഇത് എൻ്റെ ഇൻഫ്ലൈറ്റിലെ ഏവിയേഷൻ്റെ ടെക്സ്റ്റും നോട്ടുകളും ഉണ്ടാവും. പിന്നെ എൻ്റെ അത് മേക്കപ്പ് ആർട്ടിസ്റ്റിയുടെ ബുക്സ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബാഗ് ഉണ്ട്, കളക്ഷൻ. പിന്നെ വേറെ ഇതിൽ പറയാൻ എന്താ ഉള്ളത്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സുഖനിദ്ര, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.